ഇടപെടലുകൾ. തീർച്ചയായും നിതിൻ, ഞാൻ തിരിച്ചെത്താം, വിശദാംശങ്ങളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നമ്മോടൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ, കോൺഗ്രസിന്റെ വലിയ സാന്നിധ്യമായിരുന്നു ടി.എച്ച്. മുസ്തഫ. ടി.എച്ച്. മുസ്തഫയെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ പൊതുവിതരണ രംഗത്ത് അദ്ദേഹം ഒരു വലിയ ഉണ്ടാക്കി. റേഷൻ കടകളുടെ രൂപം മാറുന്നതിന് വേണ്ടി അതിന്റെ കാഴ്ച നല്ല ഭംഗിയായി ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത നടപടികൾ അന്ന് വളരെ ചർച്ചയായിരുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ കൃതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും അത് നന്നായി നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമസഭാ അംഗമെന്നുള്ള നിലയിൽ നിശ്ചയമായും വളരെ ഒരു ദൗർഭാഗ്യം അർഹിക്കുന്ന നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള ഇത് അദ്ദേഹം താഴത്തെ നിലയിൽ നിന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ്. പെരുമ്പാവൂർ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം കേരളത്തിലിവിടെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി മാറി. അവിടെ നിന്ന് അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറിയായി, പിന്നീട് വൈസ് പ്രസിഡന്റായി. അങ്ങനെ ഒരു വലിയ നീണ്ട പരമ്പരയിൽ അദ്ദേഹം എത്രയോ അത്യുന്നതമായ സ്ഥാനത്തെത്തി എന്ന് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗ പാഠവും കേരളത്തിലൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. വളരെ ദീർഘമായ രൂപത്തിൽ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും വിശദമായി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന, സത്യം പറഞ്ഞാൽ നല്ലൊരു മാസ് പുള്ളറായിരുന്നു ശ്രീ ടി.എച്ച്. മുസ്തഫ. അത് സഹപ്രവർത്തകരോട് വളരെ സ്നേഹത്തോടുകൂടി, ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി, അവരുടെ എല്ലാ ദുഃഖത്തിലും സുഖത്തിലും കൂട്ടത്തിൽ നിൽക്കുന്ന അടിയുറച്ച ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം ഇത്രയധികം ആതിഥ്യ മര്യാദ കാണിക്കുന്ന ഒരു വ്യക്തിയെ വളരെ ചുരുക്കമായി മാത്രമേ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ. സുഹൃത്തുക്കളായാലും വളരെ അടുത്ത ആളുകളായാലും അവരെല്ലാം സൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഒരു വലിയ ഉത്സാഹം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതാണ് ശ്രീ ടി.എച്ച്. മുസ്തഫ. ശ്രീ ടി.എച്ച്. മുസ്തഫ എല്ലാ കാലത്തും നമ്മളുടെ ഓർമ്മകളിൽ ഒരു ഉന്നത സ്ഥാനത്തോടു കൂടി നിൽക്കും എന്ന് ഞാൻ ദുഃഖത്തോടു കൂടി ഓർക്കുകയാണ്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.